ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സ്വസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 11-ാം അധ്യായം 23-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവഹതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമുപേതമുപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പ്രേരിതന്മയതയാ തരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് പറഞ്ഞ പോലെ തൃതീയ സ്കന്ധം 11-ാം അധ്യായം 23-ാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു. 22 വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചത്. ഇനി 23-ാമത്തെ ശ്ലോകത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. നിശാവസാന ആരബ്ധോ ലോകകൽപ്പോനുവർത്തതേ യാവദ്ദിനം ഭഗവതോ മനൂൻ ഭുഞ്ജംശ്ചതുർദശാം ഫം ഫം കാലം മനുർഭുങ്ക്തേ അധികം ഹേകസപ്തതീം. ചതുർയുഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. കൃതയുഗത്തിൽ സമ്പൂർണമായ ധർമ്മമുണ്ടെന്നും ബാക്കി ഓരോ യുഗം കുറയും തോറും ധർമ്മത്തിന് കാലുകൾ കുറയുന്നുവെന്നുമൊക്കെ ധർമ്മത്തെക്കുറിച്ച് വിശദമായ ഒരു പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തി. എത്ര ധർമ്മോ വിധീയതേ എന്ന ശ്ലോകത്തിൽ 4 പാദങ്ങളുണ്ടെന്നും കൃതേ സമനുവർത്തതേ എന്നൊക്കെ പറഞ്ഞ് മുമ്പത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്തതാണ്. ഈ 3 ലോകത്തിലാണ് 1000 ചതുർയുഗം കഴിയുമ്പോൾ അതിൽ നിന്നും അതിൻ്റെ ബാഹ്യമായുള്ള മഹർലോകാദികളായ മറ്റ് ലോകങ്ങൾ 14-ൽ 3 ലോകങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ലോകങ്ങൾ അത്രയെടുത്ത രാത്രിയായിരിക്കും. ഈ രാത്രി സമയത്ത് ബ്രഹ്മാവ് ഉറങ്ങുകയും ചെയ്യും എന്നിങ്ങനെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോൾ നിശാവസാനേ, രാത്രിയുടെ അവസാനത്തിലെ ആരബ്ധോ ലോകകൽപ്പോനുവർത്തതേ, ആരംഭിക്കപ്പെട്ട ലോകകൽപ്പ, ലോകസൃഷ്ടി. ഇവിടെ കൽപ്പത്തിൻ്റെ സൃഷ്ടി എന്നുള്ള അർത്ഥം. ലോകകൽപ്പ, ലോകസൃഷ്ടി. അനുവർത്തതേ, പിന്തുടരുന്നു. അനുവർത്തിക്കുക, തുടരുക എന്നർത്ഥം. രാത്രിയുടെ അവസാനത്തിൽ ആരംഭിച്ച ലോകസൃഷ്ടി അങ്ങനെ പിന്തുടരുക. യാവദ്ദിനം ഭഗവതോ മനൂൻ ഭുഞ്ജം ചതുർദശ. ഭഗവതോ യാവദ്ദിനം, ഭഗവാന്റെ യാതൊരു ദിനമാണോ അത് മനൂൻ ഭുഞ്ജൻ ചതുർദശ, 14 മനുക്കൾ അനുഭവിക്കുന്നതാണ്. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് 14 മനുക്കൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടമാണ്. യാവദ്ദിനം ഭഗവതോ മനൂൻ ഭുഞ്ജം ചതുർദശ ഫം ഫം കാലം മനുർഭുങ്ക്തേ. ഫം ഫം കാലം, അവരവരുടെ കാലമായിട്ട് മനുഹു ഭുങ്ക്തേ, മനു അനുഭവിക്കുന്നു. സ്വാധികം ഹി ഏകസപ്തതി, ഏകസപ്തതി 71. സ്വാധികാം എന്നുവെച്ചാൽ അല്പമധികമായിരിക്കുന്ന 71 യുഗത്തെ അവരുടെ കാലഘട്ടമായിട്ട് മനുക്കൾ അനുഭവിക്കുന്നു എന്നർത്ഥം. അപ്പം ചതുർയുഗങ്ങൾ
കൂടി ചേരുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുമ്പ് പറഞ്ഞത് ബ്രഹ്മാവിനൊരു പകൽ. ആ ബ്രഹ്മാവിൻ്റെ രാത്രികാലത്ത് പ്രളയമാണ്, പകൽക്കാലത്ത് സൃഷ്ടിയാണ്. രാത്രിയുടെ അവസാനത്തിൽ, അതായത് പ്രഭാതത്തിൽ, ലോകത്തെ സൃഷ്ടിക്കുന്നവനായ ബ്രഹ്മാവ് ആ സൃഷ്ടി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ രാത്രിയിൽ ഒരു നേരം പണി ചെയ്ത് ബാക്കി വരുന്ന നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. കുറച്ച് പാത്രമൊക്കെ കഴുകി ഇനി ബാക്കി പാത്രം നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് അത് പിറ്റേ ദിവസം രാവിലെ തുടരുകയാണ്. ഇതുപോലെയാണ് ബ്രഹ്മാവിന് സൃഷ്ടി വീണ്ടും തുടരുക തന്നെ ചെയ്യുന്നു. ആ ബ്രഹ്മാവിൻ്റെ പൂർവ്വദിനത്തിൽ ഉള്ള ആ സൃഷ്ടിയെ പ്രളയത്തിൻ്റെ അവസാനത്തിൽ വീണ്ടും അത് പഴയ പോലെ തന്നെ ആരംഭിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ സമയം 1000 ചതുരയുഗമാണ്. അതിനെ 14 മനുക്കൾ രാജ്യം പരിപാലിക്കുന്നു. മനുക്കൾ 14 പേരാണ്. എല്ലാം കൂടി 1000ഓളം ചതുരയുഗങ്ങൾ വരും. അതുകൊണ്ട് ഒരു മനുവിൻ്റെ കാലം 71 ചെല്ലുവാനും ചതുരയുഗമാണ് എന്ന് അറിയണം. ഒരു മന്വന്തരം എന്ന് പറയുന്നത് 71 കൂടുതൽ വരും, അല്പം കൂടുതൽ വരും. മന്വന്തരമാണ് ഒരു ചതുരയുഗമെന്ന് അറിയപ്പെടുന്നത്. 71 ചതുരയുഗങ്ങളെ ഒരു മന്വന്തരം. അങ്ങനെയുള്ള 1000 ചതുരയുഗത്തിലാണ് 14 മനുക്കൾ രാജ്യം രക്ഷിച്ച് തീർക്കുന്ന അർത്ഥം. 14 ഗുണം 7 71 ഗുണിച്ച് കിട്ടുമ്പോഴേ നമ്മുടെ 1000 മേൽ സംഖ്യ വരും. നിശാവസാനാരബ്ധോ ലോകകൽപ്പോനുവർത്തതേ യാവദ്ദിനം ഭഗവതോ മനോൻഭുഞ്ചംശ്ചതുർദശാം സ്വം കാലം മനോഭുങ്ക്തേ സാധികം ഹ്യേകസപ്തതിം. നിശാവസാനേ ആരബ്ധഃ ലോകകൽപ്പഃ അനുവർത്തതേ ഭഗവതഃ യാവദ്ദിനം ചതുർദശമനൂൻ ഭുഞ്ജൻ സാധികാം ഏകസപ്തതിം സ്വം കാലം മനു ഭുങ്ക്തേ. നിശാവസാന ആരബ്ധോ ലോകകൽപ്പോനുവർത്തതേ യാവദ്ദിനം ഭഗവതോ മനോൻഭുഞ്ചംശ്ചതുർദശാം സ്വം കാലം മനോഭുങ്ക്തേ സാധികം ഹ്യേകസപ്തതിം. നിശാവസാന ആരബ്ധോ ലോകകൽപ്പോനുവർത്തതേ യാവദ്ദിനം ഭഗവതോ മനോൻഭുഞ്ചംശ്ചതുർദശാം സ്വം കാലം മനോഭുങ്ക്തേ സാധികം ഹ്യേകസപ്തതിം. മന്വന്തരേഷു മനവഃ തദ്വംശ്യാ പുരാഹം ഭവന്തി ചൈവ യുഗവത് ശ്ലേഷാശ്ചാനു യേ ച താൻ. മന്വന്തരേഷു മന്വന്തരങ്ങളിൽ മനവഃ മനുക്കൾ തദ്വംശ്യാഹ ഋഷയഃ അവരുടെ വംശത്തിലുണ്ടായ ഋഷിമാര് പുരാഹ ദേവന്മാര് ഭവന്തി ചൈവ യുഗപത് ഭവന്തി ഒരേ സമയത്ത് ഉണ്ടാകുന്നു. സുരേശാശ്ച അനു ഏച്ച താൻ ദേവേന്ദ്രന്മാരും അവരോടൊപ്പം നിൽക്കുന്ന ദേവാദികളും ഒരേ കാലത്ത് തന്നെ ഉണ്ടാകുന്നു. ഇനി മന്വന്തരങ്ങൾ മാറി മാറി വരുമ്പോൾ ഇന്ദ്രന്മാർ മാറും, ദേവന്മാർ മാറും, സപ്തർഷിമാർ മാറും. ഇവരൊക്കെ ഓരോരുത്തരാണ്. 14 മന്വന്തരത്തിൽ 14 സെറ്റ് സപ്തർഷിമാരാണ്. പേരുകൊണ്ട് വെക്കല്ല, ഭാഗവതം പറയും ഇനി ഒരിക്കൽ. അപ്പം മന്വന്തരത്തിലെ മനുക്കളും അവരുടെ വംശത്തിലുണ്ടാകുന്ന ആൾക്കാരും ആരൊക്കെയാണത്? ഋഷിമാർ, ദേവന്മാർ, ദേവേന്ദ്രന്മാർ, അവരുടെ അനുചരന്മാരായ ഗന്ധർവന്മാർ, ഇവരൊക്കെ ഒരേ കാലത്തിൽ ഒന്നിച്ചുണ്ടാകുന്നവരാണ്. ഒരു മനുവിൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത മനുവിൻ്റെ കാലം ആരംഭിക്കുന്നതിനിടയ്ക്കുള്ള കാലാവധിക്കാണ് മന്വന്തരം എന്ന് പേര്. ഒരു മനു കഴിഞ്ഞ് അടുത്ത മനുവിൻ്റെ കാലത്തിനിടയ്ക്കുള്ള പേര്. ഇതിലെ ഒന്നാമത്തെ മനുവിൻ്റെ പേര് സ്വായംഭുവൻ എന്ന പേരാണ്. ഇനി നമ്മൾ ബാക്കി ഓരോന്ന് പറഞ്ഞു വരുന്നുണ്ട്. ആ സ്വായംഭുവൻ മനുപുത്രന്മാരായ ആ ഓരോ രാജാക്കന്മാരെ
സപ്തർഷിമാര്, ദേവന്മാര്, ദേവേന്ദ്രൻ, ഗന്ധർവൻ എന്നിങ്ങനെ 6 പേർ ചേരുന്ന ഒരു സംഘമാണ് ഒരു മന്വന്തര സംജ്ഞയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുണ്ട്, ആ വംശത്തിൽ ഭവിച്ചവരുണ്ട്, സപ്തർഷിമാരുണ്ട്, ദേവന്മാര്, ദേവേന്ദ്രൻ, ഗന്ധർവന്മാർ. ഈ 6 പേരുടെ ഒരു സംഘമാണ് ഒരു മന്വന്തരം ഭരിക്കുന്ന ഒരാൾ മാത്രമല്ല. ഭഗവാന്റെ അതോടുകൂടി ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഉണ്ടാകും. ഇവരിൽ അതാത് ഭൂരിഭാഗം പാലിക്കാനുള്ള രാജാക്കന്മാരും ഭഗവത് അവതാരവും ക്രമത്തിലുണ്ടാകും. അതുകൊണ്ടാണ് 10 അവതാരങ്ങൾ, അതിൽ കൂടുതലായിട്ടും 10, 12, 14, 24 എന്നിങ്ങനെ ഭാഗവതത്തിൽ അവതാരങ്ങളെ പലതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സംഘമാണ് രാജ്യം പരിപാലിക്കുന്നത്. ഒരു ഏകശാസനയിൽ രാജ്യം പരിപാലിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ വിചാരിക്കാം. ഏകാധിപത്യം ആയിരുന്നില്ല. ഒരു സംഘം ഒന്നിച്ചു ചേരുന്ന ഒരു യോഗമാണ് നാട് ഭരിച്ചുകൊണ്ടിരുന്നത്, രാജ്യം ഭരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് പറയുന്ന ഡെമോക്രസി എന്നൊക്കെ എത്രയോ കാലം മുമ്പ് വ്യാസന്റെ ഭാവനയിൽ ഒറ്റയ്ക്കല്ല, ഏകാധിപത്യമല്ല. മനു എന്ന് വെച്ചാൽ ഒരാളല്ല. മനുവിൻ്റെ വംശത്തിലുണ്ടായ പുത്രന്മാരെ, അതേപോലെ ദേവന്മാര്, സപ്തർഷിമാര്, ഗന്ധർവാദികള്, ദേവേന്ദ്രൻ, ഇവരെല്ലാം കൂടിച്ചേർന്ന് വരുന്ന ഒരു സംഘമുണ്ട്. 6 പേർ ഉൾപ്പെടുന്ന ഒരു സംഘം. ഈ സംഘമാണ് രാജ്യം പരിപാലിച്ചു കൊണ്ടേയിരുന്നത്. മന്വന്തരേഷു മനവസ്തദ്വംശാർഷയപുരാ ഭവന്തി സേവയുഗവത് സുരേശാശ്ചാന്വേച താൻ. മന്വന്തരേഷു മനവഃ തദ്വംശ്യാഃ ഋഷയഃ പുരാഃ താൻ അനു സുരേശാഃ ച യേ യുഗവത് ഏവ ച ഭവന്തി. മന്വന്തരേഷു മനവസ്തദ്വംശാർഷയപുരാ ഭവന്തി സേവയുഗവത് സുരേശാശ്ചാന്വേച താൻ. മന്വന്തരേഷു മനവസ്തദ്വംശാർഷയപുരാ ഭവന്തി ജീവയുഗപത് സുരേശാശ്ചാന്വേച താൻ. ഏഷ ദൈനംദിന സർഗവും ബ്രാഹ്മസ്ത്രൈലോക്യവർത്തനം തിര്യങ് നിർപിതൃദേവാനം സംഭവോ യത്ര കർമ്മഭീം. ഏഷ ഇത് ദൈനംദിന സർഗ, ഇത് ഓരോ ദിവസവും സംഭവിക്കുന്ന സൃഷ്ടിയാണ്. ബ്രാഹ്മസ്ത്രൈലോക്യവർത്തന, ത്രൈലോക്യവർത്തന, ത്രിലോകത്തിനോട് കൂടിയിരിക്കുന്ന ബ്രഹ്മാവിനെ സംബന്ധിച്ച ഓരോ ദിവസങ്ങളിലും ഭവിക്കുന്ന സൃഷ്ടിയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഏഷ ദൈനംദിന സർഗ, അതിനെ ബ്രഹ്മാവിനെ സംബന്ധിക്കുന്ന. ത്രൈലോക്യവർത്തിന, 3 ലോകത്തിലുമുള്ള ബ്രഹ്മാവിൻ്റെ എല്ലാ ദിവസങ്ങളിലും അനുവർത്തിക്കുന്നതായ ഈ സൃഷ്ടി 3 ലോകത്തിൻ്റെ ഉൽപ്പത്തിയോട് കൂടിയത് തന്നെയാണ്. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോൾ 3 ലോകവും നശിക്കും, ബാക്കിയുണ്ടാവും. ബ്രഹ്മാവിൻ്റെ രാത്രികാലം കഴിഞ്ഞ് അടുത്ത പകൽ ആരംഭിക്കുമ്പോൾ വീണ്ടും ഈ ലോകം ഉത്ഭവിക്കുന്നു. ഇതിന് ദൈനംദിന സൃഷ്ടി എന്നു പേരാണ്. ഒന്നുകൂടെ പറയാം. ബ്രഹ്മാവിന് പകൽ കഴിയുമ്പോൾ ലോകം ചെയ്യും 3 ലോകത്തിന് മാത്രം, 14 3 ലോകത്തിന് മാത്രം നാശമുണ്ടാകും. ബ്രഹ്മാവിൻ്റെ രാത്രികാലം കഴിഞ്ഞ് വീണ്ടും പകൽ ആരംഭിക്കുമ്പോൾ മുമ്പത്തെ പോലെ തന്നെ ഈ 3 ലോകത്തിലെയും പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്യും. ഇതിനാണ് ദൈനംദിന സൃഷ്ടി എന്നു പേര്. ഏഷ ദൈനംദിന സർഗോ ബ്രാഹ്മസ്ത്രൈലോക്യവർത്തിന. തിര്യക്കുകൾ, ജീവജാലങ്ങൾ, രാജാക്കന്മാർ, പിതൃക്കൾ, ദേവന്മാർ, ഇവരുടെ സംഭവോ എത്ര കർമ്മഭി. ഇവരൊക്കെ കർമാനുസരണം ആണ് ഓരോരോ രൂപങ്ങൾ ശരിയത്. സൽക്കർമ്മം ചെയ്യുന്നവർ ദേവന്മാരാകും, രണ്ടും കുറേശ്ശെ ചെയ്യുന്നവർ മനുഷ്യരാകും. ദുഷ്കർമ്മം ചെയ്യുന്നവർ ആരാകും? ജന്തുക്കളാകും, ജീവജാലങ്ങളാകും.
തിര്യക്കളർ എന്നിങ്ങനെ അവരവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ജന്മം ലഭിക്കുന്നത്. ഏഷ ദൈനംദിന സർഗോ ബ്രാഹ്മസ്ത്രൈലോക്യവർത്തനാം തിര്യങ് നിർവിതോ ദേവാനാം സംഭവോ യത്ര കർമ്മഭീം. ഏഷഃ ത്രൈലോക്യവർത്തനഃ ബ്രാഹ്മഃ ദൈനംദിനഃ സർഗഃ യത്ര കർമ്മഭിः തിര്യങ് നൃപിതൃ ദേവാനാം സംഭവഃ. ഏഷ ദൈനംദിന സർഗോ ബ്രാഹ്മസ്ത്രൈലോക്യവർത്തനാം തിര്യങ് നൃപിതൃദേവാനാം സംഭവോ യത്ര കർമ്മഭീം. ഏഷ ദൈനംദിന സർഗോ ബ്രാഹ്മസ്ത്രൈലോക്യവർത്തനാം തിര്യങ് നൃപിതൃദേവാനാം സംഭവോ യത്ര കർമ്മഭീം. മന്വന്തരേഷു ഭഗവാൻ ബിഭ്രത്സത്വം സ്വമൂർത്തിഭിः മന്വാദിഭിരിതം വിശ്വം അവത്യുചിതപൗരുഷ. മന്വന്തരങ്ങളിൽ ഭഗവാൻ ബിഭ്രത് ധരിക്കുന്നു സത്വം സ്വമൂർത്തിഭി. സത്വഗുണത്തെ തൻ്റെ ശരീരങ്ങളിൽ നിന്നും സത്വഗുണത്തെ ധരിച്ചിരിക്കുന്ന ജ്ഞാനസ്വരൂപനായ ഭഗവാൻ മന്വാദികളായ ആ രാജാക്കന്മാരോട് കൂടെ പുരുഷവീര്യത്തെ പ്രകാശിപ്പിച്ച ഉദിത പൗരുഷ, പുരുഷവീര്യത്തെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് മന്വന്തരേഷു ഇതം വിശ്വം അവതി, ഈ ലോകത്തെ രക്ഷിക്കുന്നു. എല്ലാ മന്വന്തരങ്ങളിലും ഭഗവാൻ സത്വഗുണപ്രധാനമായ ഓരോ ശരീരം സ്വീകരിക്കും. തൻ്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ്, ആരും പറഞ്ഞിട്ടൊന്നുമല്ല. ബ്രഹ്മാവ് ചെന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ കാരണം മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ്. അങ്ങനെ മനു മുതലായ മന്വന്തരാധിപന്മാരോട് കൂടെ ചേർന്ന് അവരെ സഹായിച്ചുകൊണ്ട് അസാധാരണമായ പരാക്രമം കാണിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്തി ഭഗവാൻ രക്ഷിക്കും. ഈ സംഘമാണ് പരിപാലകന്മാരെന്ന് സ്പഷ്ടാക്കിയാണ്. മന്വന്തരാദിഭിഹി, അവരാൽ ഇതം വിശ്വം അവധി ഉദിത പൗരുഷ, ഉദിത പൗരുഷത്തോടുകൂടി വിശ്വത്തെ രക്ഷിക്കുക തന്നെ ചെയ്യുന്നു. മന്വന്തരേഷു ഭഗവാൻ ബിഭ്രത്സത്വം സ്വമൂർത്തിഭി മന്വാദിഭിരിതം വിശ്വം അവത്യുദിത പൗരുഷ. സ്വമൂർത്തിഭിः സത്വം ബിഭ്രത് ഭഗവാൻ മന്വാദിഭിः ഉദിത പൗരുഷः മന്വന്തരേഷു ഇദം വിശ്വം അവതി. മന്വന്തരേഷു ഭഗവാൻ ബിഭ്രത്സത്വം സ്വമൂർത്തിഭിः മന്വാദിഭിരിതം വിശ്വമവത്യുദിത പൗരുഷാം. മന്വന്തരേഷു ഭഗവാൻ ബിഭ്രത്സത്വം സ്വമൂർത്തിഭിः മന്വാദിഭിരിതം വിശ്വമവത്യുദിത പൗരുഷാം. തമോ മാത്രാമുപാദായ പ്രതിസംവൃദ്ധ വിക്രമ കാലേനാനുഗതാ ശേഷ ആസ്തേ തൂഷ്ണീം ദിനത്യേ. തമോ മാത്രാം ഉപാദായ, തമോ ഗുണത്തിൻ്റെ അംശത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് പ്രതിസംവൃദ്ധ വിക്രമ, പ്രതിസംവൃദ്ധം പ്രതിസംഹരിക്കപ്പെട്ട തടയപ്പെട്ട വ്യാപാരത്തോടുകൂടിയ വിക്രമത്തോടു കൂടിയവനായിട്ട് കാലേന അനുഗത അശേഷ, കാലം കൊണ്ട് തന്നിൽ അടങ്ങിയിരിക്കുന്ന എല്ലാത്തിനോടും അനുഗത അശേഷനായിട്ട് ദിന അത്യേ സന്ധ്യ കഴിയുമ്പോൾ തൂഷ്ണീം ആസ്തേ മിണ്ടാതെ കിടക്കുന്നു. യോഗനിദ്രയിൽ സന്ധ്യ കഴിഞ്ഞ് മിണ്ടാതെ കിടക്കുന്നു. ബ്രഹ്മാവിൻ്റെ പകൽ സമയത്തുള്ള വ്യാപാരത്തെക്കുറിച്ചാണ്, സൃഷ്ടിയെക്കുറിച്ച് മന്വന്തരങ്ങൾ മുഴുവൻ പറഞ്ഞത്. ഇനി രാത്രിയായാലോ, രാത്രിയായാൽ തമോ ഗുണത്തിൻ്റെ ലേശം അനുഭവിക്കുന്ന കൊണ്ട് വിശ്വസൃഷ്ടി എന്നുള്ള പ്രവൃത്തിയെ നിർത്തിയിട്ട് പകലതും തന്നെ ലയിപ്പിക്കുന്നതിന് കാരണമായ കാലശക്തിയെ സഹായിക്കും. എല്ലാം തൻ്റെ ഉള്ളിലടക്കി യോഗനിദ്രയെ അംഗീകരിക്കും ഭഗവാൻ എന്ന് ഈ രാത്രികാലത്തെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. തമോ മാത്രാമുപാദായ പ്രതിസംവൃദ്ധ വിക്രമാം കാലേന അനുഗതാശേഷ ആസ്തേ തൂഷ്ണീം ദിനത്യേ. തമോ മാത്രാം ഉപാദായ
പ്രതിസംവൃദ്ധവിക്രമः കാലേന അനുഗതാശേഷः ദിനാത്യേ തൂഷ്ണീം ആസ്തെ തമോമാത്രാമുപാദായ പ്രതിസംവൃദ്ധവിക്രമാം കാലേനാനുഗതാശേഷാസ്തേ തൂഷ്ണീം ദിനാത്യേ തമോമാത്രാമുപാദായ പ്രതിസംവൃദ്ധവിക്രമാം കാലേനാനുഗതാശേഷ ആസ്തേ തൂഷ്ണീം ദിനാത്യേ തമേവ അന്വഭിധീയന്തെ ലോകാഃ ഭൂരാദയസ്ത്രയാം നിശായാം അനുവൃത്തായം നിർമുക്തശശിഭസ്കരം തം ഏവ അന്വഭിധീയന്തെ അതിനെ തന്നെ അഭിധീയന്തെ അതിനെ തന്നെ മറച്ചു പിടിക്കുന്നു. ലോകാഹ ഭൂരാദയസ്ത്രയ ഭൂമി മുതലായ 3 ലോകങ്ങളും അവനെ തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അതിലേക്ക് ലയിച്ചു പോവുകയാണ് ഈ രാത്രിയിൽ ചെയ്യുന്നത്. രാത്രിയിൽ 3 ലോകം, ഭൂലോകം, ഭൂലോകം, സ്വർലോകം എന്ന 3 ലോകം. ഈ 3 ലോകങ്ങൾക്കും വെളിച്ചം നൽകുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം ആദിയായവരൊക്കെ ഇവരോടൊപ്പം 3 ലോകവും ഭഗവാന്റെ ഉള്ളിലേക്ക് ചെന്ന് ലയിക്കുന്നു. തമേവ അന്വഭിധീയത്തെ അവനെ തന്നെ അഭിധാനം ചെയ്യുന്നു. ലോകാഹ ഭൂരാദയസ്ത്രയ ഭൂമി ആദിയായ 3 ലോകങ്ങൾ നിശായാം അനുവൃത്തായാം രാത്രി വരുമ്പോൾ നിർമുക്തശശിഭസ്കരം സൂര്യചന്ദ്ര നക്ഷത്രാദികളോട് കൂടിയ നിർമുക്തമായ ശശി ഭാസ്കരൻ, സൂര്യൻ, ചന്ദ്രൻ, സൂര്യൻ ഇവരിൽ നിന്നും നിർമുക്തമായി അവരോട് ചേർന്ന് ഭഗവാനിലേക്ക് ഈ 3 ലോകവും ലയിച്ചു ചേരും. ബാക്കി ലോകമൊക്കെ നിലനിൽക്കുന്നുണ്ടാകും. തമേവ അന്വഭിധീയന്തേ ലോകാഭൂരാദയസ്ത്രയാം നിശായാം അനുവൃത്തായാം നിർമുക്തശശിഭസ്കരം തമേവ അന്വഭിധീയന്തേ ലോകാഭൂരാദയസ്ത്രയാം നിശായാം അനുവൃത്തായാം നിർമുക്തശശിഭസ്കരം ത്രിലോക്യാം ദഹ്യമാനായാം ശക്ത്യാ സംഘർഷണാഗ്നിനാം യാന്തി ഊഷ്മണാ മഹർലോകാത് ജനം ഭഗവാദയോദ്ദിതാഃ. അങ്ങനെ ത്രിലോക്യാം ദഹ്യമാനായാം ശക്ത്യാ സംഘർഷണാഗ്നിനാം ഈ ത്രിലോകം എങ്ങനെയാണ് നശിച്ച് ഭഗവാനിലേക്ക് ലയിക്കുന്നത് എന്നൊന്ന് പറയുകയാണ്. ഭഗവാനിലേക്ക് 3 ലോകവും ലയിച്ചു ചേരും എന്ന് പറഞ്ഞു. അതെങ്ങനെ ലയിക്കാം? 3 ലോകവും നശിക്കാനുള്ള ഒരു അവസരം എത്തുമ്പോൾ, കാലം ആസന്നമാകുമ്പോൾ ആദിശേഷന്റെ മുഖത്തിൽ നിന്നും ഒരു അഗ്നിജ്വാല മേലോട്ട് വ്യാപരിക്കുന്നതാണ്. ആദിശേഷന്റെ മുഖത്തു നിന്നും പുറത്തേക്ക് വമിക്കുന്ന അഗ്നിജ്വാല അത് മുകളിലേക്ക് വരും. അതിൻ്റെ അതികഠിനമായ ഉഷ്ണം കൊണ്ട് 3 ലോകവും ദഹിച്ചു പോകും. ലോകത്ത് ചൂട് വർദ്ധിക്കും എന്ന് സാരം. ചൂട് വർദ്ധിക്കാൻ കാരണം ഭൂമിക്കടിയിലുള്ള വസ്തുക്കളുടെ സംഘർഷം കൊണ്ടാണ് എന്ന് ആധുനിക ശാസ്ത്രം ഇന്ന് തെളിയിച്ചു വരുന്നുണ്ട്. ഇത് അന്നേ ഭാഗവതം പറഞ്ഞു. ഭാഗവതം അതിനെ അനന്തൻ്റെ പത്തിയിൽ നിന്നും വരുന്ന ഉഷ്ണമായ കാറ്റാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഭാവനാത്മകമായ ഒരു വസ്തുവിനെ അവിടെ സങ്കല്പിച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചൂടുകൊണ്ടാണ് ഭൂമി ദഹിക്കുന്നത്, വെള്ളപ്പൊക്കം കൊണ്ടല്ല. അതികഠിനമായ ഉഷ്ണം ബാധിക്കും, ചൂട് എല്ലാ ദിക്കിലും. അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ ഭൂമി ഉരുകി ഉരുകി ലയിച്ച് ഒരു നിലയിലേക്ക് ചേരുന്നു എന്നതുപോലെ ആ ഉഷ്ണം കൊണ്ട് 3 ലോകവും ദഹിച്ചു പോകും. അഗ്നിജ്വാലയുടെ വ്യാപ്തി മഹർലോകത്തിലേക്ക് വരെ എത്തും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചില സിദ്ധന്മാർ ആ ലോകത്തിൽ നിന്ന് അതിൻ്റെ മുകളിലേക്കുള്ള ജനലോകത്തിലേക്ക് യാത്രയാകും. ഭൂർ, ഭുവ, സ്വ എന്ന് 3 എണ്ണം. പിന്നെ മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഇതാണ് മുകളിലേക്കുള്ള 7 ലോകം.
മുകളിലേക്ക് അവർ കയറും. അനന്തൻ്റെ പത്തിയിൽ നിന്നുള്ള ചൂട് താഴെ മുതലാ വരിക, ഭൂമിയിൽ നിന്നും മുകളിലേക്കാണ്. ഭൂർഭുവഫ്വ 3 ലോകത്തെയും ദഹിപ്പിക്കും. പിന്നുള്ള മഹർലോകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ജ്വാല കൊണ്ട് അവിടെ ഇരിക്കുന്ന മഹർഷിമാരൊക്കെ അതിൻ്റെ മുകളിലുള്ള തപോലോകത്തിലേക്ക് യാത്രയാകും. അപ്പോൾ ഇവരാരും നശിക്കില്ല, പക്ഷെ ഇവരുണ്ടാകും. പക്ഷെ അവർ ഇവിടുന്ന് പോകേണ്ടി വരും. ഇതാണ് ഈ കൽപ്പാന്തകാലത്തെ പ്രളയം, അല്ലെങ്കിൽ ലയിക്കുന്നത്. വെള്ളപ്പൊക്കമൊന്നുമല്ല, ഈശ്വരനിലേക്ക് ലയിക്കലാണ് ഈ പ്രപഞ്ചം എന്ന് കാണിക്കുന്നതാണ്. ത്രിലോക്യം ദഹ്യമാനായം ശക്ത്യാ സംഘർഷണാഗ്നിനാം യാന്തി ഊഷ്മണ മഹർലോകാത് ജനം ഭഗവാദയോർദിതാഹം. ത്രിലോക്യാം ദഹ്യമാനായാം ശക്തിയാ സംഘർഷണാഗ്നിന ഊഷ്മണ അർദിതാഹ ഭഗവാദേഹ മഹർലോകാത് ജനം യാന്തി. ജനലോകത്തിലേക്ക് എത്തുന്നു എന്നർത്ഥം. ത്രിലോക്യം ദഹ്യമാനായാം ശക്ത്യാ സംഘർഷണാഗ്നിനാം യാന്ത്യൂഷ്മണ മഹർലോകാത് ജനം ഭൃഗ്വാദയോർദിതാഹ. ത്രിലോക്യം ദഹ്യമാനായാം ശക്ത്യാ സംഘർഷണാഗ്നിനാം യാന്ത്യൂഷ്മണ മഹർലോകാത് ജനം ഭൃഗ്വാദയോർദിതാഹ. താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തേഥിതസിന്ധവാം പ്ലാവയന്ത്യുത്കടാടോപ ചണ്ഡവാതേരിതോന്മയാം. താവത് അപ്പോഴേക്കും ത്രിഭുവനം 3 ലോകവും സദ്യ പെട്ടെന്ന് കൽപ്പാന്ത ഏഥിതസിന്ധവ കൽപ്പന്തേഥിതസിന്ധവ. കൽപ്പാന്തകാലത്തെ ഏഥിതം വർദ്ധിച്ചു വരുന്ന സിന്ധവ സമുദ്രങ്ങൾ എന്നർത്ഥം. കൽപ്പാന്തകാലത്ത് സമുദ്രം വളർന്ന് 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 വലുതായി ലോകത്തെ മുഴുവൻ വിഴുങ്ങി തന്നെ ഉള്ളാക്കും. താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തേഥിതസിന്ധവ പ്ലാവയതി ഉത്കടാടോപേ ഉത്കടാടോപചണ്ഡവാത ഈരിത ഊർമയ. പ്ലാവയതി ഉത്കടമായ ആടോപമാകുന്ന ചണ്ഡവാദം കൊണ്ട് ഈരിതമായ ഊർമികൾ. ഉത്കടമായ ആടോപം, ക്ഷോഭം, ഇളക്കം എന്നർത്ഥം. അധികം കലങ്ങി മറിഞ്ഞ് പ്ലാവയതി ഉത്കട ആടോപ ചണ്ഡവാതേരിതോർമയ. കൊടുങ്കാറ്റുകൊണ്ട് ചുഴികൾ കൂടുതലായിട്ട്, ഊർമികൾ കൂടുതലുണ്ടായിട്ട്, അപ്പം കൽപ്പാന്തകാലത്ത് സമുദ്രങ്ങൾ ഒന്നിക്കാം, എല്ലാ സമുദ്രവും ഒന്നായിട്ട് തീരും. അതുകൊണ്ട് തിരമാലകൾ വർദ്ധിച്ചു വരും. അപ്പം ഈ കടല് കലങ്ങി മറിഞ്ഞ് ഒന്നിച്ചു ചേർന്ന് എല്ലായിടത്തും ജലമയമായി തീരും. 3 ലോകത്തെയും ഈ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തും. സമുദ്രങ്ങൾ വർദ്ധിച്ച് 3 ലോകവും കാണാൻ കഴിയാത്ത വിധം ജലമയമായി തന്നെ ഇരിക്കും എന്ന് സാരം. താവത് ത്രിഭുവനം സദ്യ കൽപ്പന്തേഥിതസിന്ധവാം പ്ലാവയത്യുത്കടാടോപ ചണ്ഡവാതേരിതോന്മയാം. താവത് ത്രിഭുവനം സദ്യ കൽപ്പന്തേഥിതസിന്ധവാം പ്ലാവയത്യുത്കടാടോപ ചണ്ഡവാതേരിതോന്മയാം. ഉത്കടാടോപചണ്ഡവാതേരിതോർമയ കൽപ്പന്തേഥിതസിന്ധവഃ താവത് സദ്യഃ ത്രിഭുവനം പ്ലാവയന്തി. താവത് ത്രിഭുവനം സദ്യ കൽപ്പന്തേഥിതസിന്ധവാം പ്ലാവയന്ത്യുത്കടാടോപ ചണ്ഡവാതേരിതോന്മയാം. താവത് ത്രിഭുവനം സദ്യ കൽപ്പന്തേഥിതസിന്ധവാം
പാവയന്തുത്കടാലോപചണ്ഡവാതേരിതോർമയാം അന്തഃസതസ്മിൻ സലിലാസ്തേനന്താസനോ ഹരിം യോഗനിദ്രാനിമീരാക്ഷസ്തൂയമാനോ ജനാലയൈഃ. അന്തഃഫതസ്മിൻ സലിലേ, തസ്മിൻ സലിലേ അന്തഃ, ആ വെള്ളത്തിൻ്റെ നടുക്ക് മധ്യത്തിലായിട്ട് ആസ്തേ അനന്താസനോ ഹരി, അനന്തൻ ആദിശേഷൻ എന്ന ഇരിപ്പിടത്തോടു കൂടിയവനായ ശ്രീഹരി ഈ മൂന്ന് ലോകവും മുങ്ങി നിൽക്കുന്ന കൽപ്പാന്ത പ്രളയത്തിൻ്റെ അകത്ത് ശയിക്കുന്നവനാണ്. യോഗനിദ്രാനിമീലക്ഷ, യോഗനിദ്ര കൊണ്ട് കണ്ണുകൾ അടച്ച് തൂയമാനോ ജനാലൈഃ, ജനലോകത്തിരിക്കുന്നവർ, അതാണ് ജന ആലയം. ജനാലയം നമ്മൾ അത് വാക്ക് കേട്ടുമ്പോൾ വേറെ പല അർത്ഥവും ധരിക്കും. അതുകൊണ്ടാണ് ജനലോകത്തെ ആലയം ആക്കിയവർ ജനാലയന്മാർ. ജനാലൈഃ, അവരാൽ, ജനലോകത്തിലിരിക്കുന്നവരാൽ സ്തൂയമാനഃ, സ്തുതിക്കപ്പെട്ടുകൊണ്ട് ആസ്തേയിരിക്കും. അപ്പം മൂന്ന് ലോകവും മുങ്ങി അതിൻ്റെ അകത്ത് നടുക്കായിട്ട് ഭഗവാൻ അനന്തൻ്റെ പുറത്ത് കണ്ണുകൾ അടച്ച് യോഗനിദ്ര ചെയ്തുകൊണ്ടിരിക്കും. മുകളിലത്തെ മഹർലോകത്തിൽ ആരുമില്ല. അതിൻ്റെ മുകളിലത്തെ ജനലോകത്തിൽ നിന്നും മഹർഷിമാർ സ്തോത്രങ്ങൾ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. താവത് ത്രിഭുവനം സദ്യ കൽപ്പന്തൈർസിന്ധവാം പാവയത്യുൽക്കടാടോപ ചണ്ഡവാതേരിതോർമയ അന്തഃഫതസ്മിൻ സലിലാം ആസ്തേ അനന്താസനോ ഹരി യോഗനിദ്രാനിമീരാക്ഷസ്തൂയമാനോ ജനാലയൈ. തസ്മിൻ അന്തഃസലിലേ അനന്താസനഃ ഹരിഃ യോഗനിദ്രാനിമീരാക്ഷഃ ജനാലയൈഃ സ്തൂയമാനഃ ആസ്തേ. അന്തഃഫതസ്മിൻ സലിലാസ്തേ അനന്താസനോ ഹരിം യോഗനിദ്രാനിമീരാക്ഷസ്തൂയമാനോ ജനാലയൈഃ. ഏവം വിധൈരഹോരാത്രൈ കാലഗത്യോപലക്ഷിതൈഃ അപേക്ഷിതമിവാസ്യാപി പരമായുർവയഃശതം. ഏവം വിധൈഃ അഹോരാത്രൈ, ഇങ്ങനെയുള്ള പകല രാപകലുകൾ കൊണ്ട് ഉപലക്ഷിതൈഹി കാണപ്പെടുന്ന, കാലഗത്യോപലക്ഷിതൈഹി കാലഗതി കൊണ്ട് കാണപ്പെടുന്ന, അപക്ഷിതം ഇവ അസ്യാപി അപക്ഷിതം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, അപക്ഷിതം ഇവ ക്ഷീണിക്കുന്നത് പോലെ തോന്നിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അസ്യാപി അവൻ്റെയും പരമായുർ വയശതം പരമമായ ആയുസ് 100 വർഷമാണെന്ന് സ്ഥിരപ്പെടുത്തി. പരമാണു മുതൽ സംവത്സരം വരെയുള്ള കണക്ക് പ്രകാരം യുഗങ്ങൾ 1000, ചതുർയുഗ കാലപ്രമാണം, ബ്രഹ്മാവിൻ്റെ പകൽ സമയം, അത്ര തന്നെ രാത്രി സമയം, പുരുഷായുസിനെ അപേക്ഷിച്ച് എത്രയോ അധികമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ പരമമായ ആയുസ് 100 വർഷവും ക്രമത്തിൽ ക്ഷയിച്ചു പോകുന്നു. അതും ഇല്ലാതാകുന്നതാണ്. ഏവം വിധൈരഹോരാത്രേ കാലഗത്യോപലക്ഷിതൈ അപക്ഷിതമിവ അസ്യാമി പരമായുർവയഃശതം ഗതം. യദർത്ഥമായുഷസ്തസ്യാം പരാർത്ഥമഭിധീയതേ പൂർവപരാർത്ഥോ ഉപക്രാന്തോ യവരോധ്യ പ്രവർത്തതേ. യത് അർത്ഥം ആയുഷഃ തസ്യ, തസ്യ അവൻ്റെ ആയുഷഃ അർത്ഥം, ആയുസിൻ്റെ പകുതി പരാർത്ഥം എന്നൊരു പേരുണ്ട്. യദർത്ഥം ആയുഷസ്തസ്യ പരാർത്ഥം അഭിധീയതേ പൂർവപരാർത്ഥോ അപക്രാന്തോ ഹ്യവരോധ്യ പ്രവർത്തതേ. പൂർവഃ പരാർത്ഥഃ
ആദ്യത്തെ പരാർത്ഥം അപക്രാന്ത കഴിഞ്ഞിരിക്കുന്നു. ഹി അവരോ അദ്യ പ്രവർത്തത, ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ടാമത്തേത് ആണ്. ബ്രഹ്മാവിൻ്റെ ആയുഷിൻ്റെ പകുതി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാവിന് 50 വയസ്സായിരിക്കും. ആദ്യത്തെ പരാർത്ഥം കഴിഞ്ഞു ബ്രഹ്മാവിൻ്റെ. ഇപ്പോൾ അവസാനത്തെ പരാർത്ഥമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് 50-ന് ശേഷം ഉള്ളത്. യഥാർത്ഥമായുഷസ്തസ്യ പരാർത്ഥമഭിധീയതേ പൂർവപരാർത്ഥോപക്രാന്തോ ഹ്യവരോദ്യ പ്രവർത്തതേ. തസ്യ ആയുഷഃ അർത്ഥം യത് പരാർത്ഥം അഭിധീയതേ പൂർവപരാർത്ഥഃ അപക്രാന്തഃ അപരഃ അദ്യ പ്രവർത്തതേ. യഥാർത്ഥമായുഷസ്തസ്യ പരാർത്ഥമഭിധീയതേ പൂർവഃ പരാർത്ഥോപക്രാന്തോ ഹ്യപരോദ്യ പ്രവർത്തതേ. പൂർവസ്യാദൗ പരാർത്ഥസ്യ ബ്രാഹ്മോ നാമ മഹാനഭൂത് കൽപ്പോ യത്രാഭവത് ബ്രഹ്മ ശബ്ദബ്രഹ്മേതി വിദു. പൂർവസ്യ ആദൗ, പൂർവമായ പരാർത്ഥത്തിൻ്റെ ആദിയിൽ ബ്രാഹ്മോ നാമ മഹാൻ അഭൂത്, ബ്രാഹ്മം എന്നു പേരുള്ള ഒരു മഹാൻ, ഒരു മഹാകൽപ്പ അഭൂത് ഉണ്ടായി. കൽപ്പോ യത്ര അഭവത് ബ്രഹ്മ ശബ്ദബ്രഹ്മേദിയം വിദു, അവിടെയുള്ള ആ ബ്രഹ്മാവിനെ യാതൊരു ശക്തിയോടുകൂടി ഇരിക്കുന്നവനാണോ അവൻ ശബ്ദബ്രഹ്മം എന്ന് അറിയപ്പെടേണ്ടതാണ്. ബ്രഹ്മാവിൻ്റെ ദിവസങ്ങൾ അവസാനിക്കുമ്പോഴെല്ലാം പ്രളയം ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞാണ്. ആ പ്രളയത്തെ മുഴുവൻ നിരൂപണം ചെയ്യാൻ ഇന്ന് പറ്റില്ല, നമുക്ക് തീരില്ല. അതുകൊണ്ട് ചിലതിനെ മാത്രം നിരൂപണം ചെയ്യാം. ഇതുമുതൽ 3 ശ്ലോകത്തിലെ പ്രളയങ്ങൾ എന്ന പേര് സ്വരൂപം. ഒന്നാമത്തെ പരാർത്ഥത്തിൻ്റെ ആദിയിൽ കഴിഞ്ഞ കൽപ്പത്തിന് ബ്രാഹ്മകൽപ്പം എന്ന പേര്. അപ്പോഴാണ് ശബ്ദമയ ബ്രഹ്മം വേദമുണ്ടായത്. അതുകൊണ്ട് ഇതിന് ബ്രാഹ്മം എന്നു പേര്. ഇപ്പോൾ പറയാൻ പോകുന്ന കൽപ്പം ബ്രാഹ്മകൽപ്പത്തെക്കുറിച്ചാണ്. പൂർവസ്യാദൗ പരാർത്ഥസ്യ ബ്രാഹ്മോ നാമ മഹാനഭൂത് കൽപ്പോ യത്രാഭവത് ബ്രഹ്മ ശബ്ദബ്രഹ്മേദിയം വിദു. പൂർവസ്യ പരാർത്ഥസ്യ ആദൗ ബ്രാഹ്മഃ നാമ മഹാൻ കൽപ്പഃ അഭൂത് യത്ര ബ്രഹ്മ യം ശബ്ദബ്രഹ്മേതി വിദു. ഇവിടെ ആ ബ്രഹ്മത്തെ ശബ്ദബ്രഹ്മം എന്നാണ് അറിയപ്പെടുന്നത്. പൂർവസ്യാദൗ പരാർത്ഥസ്യാം ബ്രാഹ്മോ നാമ മഹാനഭൂൻ കൽപ്പോ യത്രാഭവത് ബ്രഹ്മ ശബ്ദബ്രഹ്മേതി യം വിദു. പൂർവസ്യാദൗ പരാർത്ഥസ്യാം ബ്രാഹ്മോ നാമ മഹാനഭൂത് കൽപ്പോ യത്രാഭവത് ബ്രഹ്മ ശബ്ദബ്രഹ്മേതി യം വിദു. തസ്യൈവ ചാന്തേ കൽപ്പോऽഭൂദ്യം പാത്മമഭിചക്ഷതേ യദ്ധരേർനാഭിഫർഭ ആഫിൽ ലോകഫരോരുഹം. ആദ്യത്തെ ബ്രാഹ്മകൽപ്പം എന്നുള്ളത് ശബ്ദമയമായി ബ്രഹ്മം വേദം ഉണ്ടായ കൽപ്പത്തെയാണ് ബ്രാഹ്മകൽപ്പം എന്നിപ്പോൾ പറഞ്ഞു വെച്ചത്. അടുത്തത് തഫീവ ചാന്തേ, അതിൻ്റെ തന്നെ അവസാനത്തിൽ കൽപ്പോ അഭൂത്, മറ്റൊരു കൽപ്പമുണ്ടായി. ആദ്യമായി ഉണ്ടായത് പാത്മം അഭിചക്ഷത, അതിനെ പാത്മം എന്ന് വിളിക്കപ്പെടുന്നു. യത് ഹരേഹി നാഭിഫർഫ, യത് ഹരേർനാഭിഫർഫ, യത് ഹരേഹി നാഭിഫർഫ, യത് ഹരേർനാഭിഫർഫ. യാതൊന്നാണോ ഹരിയുടെ നാഭിഫർഫിൽ നിന്നും
ലോകഫലൂർഹം അഫീദ്. ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഒരു താമരയുണ്ടായി. താമര ഉണ്ടായതുകൊണ്ട് ആ കൽപ്പത്തിന് പേര് പാത്മകൽപ്പം എന്ന് പേര് വന്നാണ്. തഫ്യൈവ ചന്ദേ കൽപ്പോ ഭൂദ്യം പത്മം അഭിചക്ഷതേ യദ്ധരേർനാഭിഫർഫ ആഫിൽ ലോകഫലോരുഹം. തഫ്യ ഏവ അന്തേ ച കൽപ്പഃ അഭൂത് യം പാത്മം അഭിധീയതേ യത് ഹരേഃ നാഭിസംഭവാത് സംഭവരഫ ലോകഫലോരുഹം ആഫീത്. തഫ്യൈവ ചാന്തേ കൽപ്പോ ഭൂദ്യം പത്മമഭിചക്ഷതേ യദ്ധരേർനാഭിഫർഫ ആഫിൽ ലോകഫലോരുഹം. തഫ്യൈവ ചാന്തേ കൽപ്പോ ഭൂദ്യം പത്മമഭിചക്ഷതേ യദ്ധരേർനാഭിഫർഫ ആഫിൽ ലോകഫലോരുഹം. അയം ത്വ കഥിതകൽപ്പോ ദ്വിതീയസ്യാപി ഭാരതാം വാരാഹീതി വിഖ്യാതോ യത്ര ആഫിത് ഫൂകരോ ഹരിം. അയം ത്വ കഥിതകൽപ്പോ, ഈ കൽപ്പത്തിനെ വിളിക്കുന്നത് ദ്വിതീയസ്യാപി, രണ്ടാമത്തെ പരാർത്ഥത്തിന്റെ ആദിയിലുണ്ടായ ഈ കൽപ്പത്തിനെ വാരാഹീതി ഖ്യാത, വാരാഹകൽപ്പം എന്ന പേരാണ്. എത്ര ആഫീദ് ഫൂകരോ ഹരി, അവിടെയാണ് ഹരി ഫൂകരവേഷം ധരിച്ചു വന്നത്. അയം തു കഥിതം കൽപ്പോ ദ്വിതീയസ്യാപി ഭാരതാം വാരാഹീതി വിഖ്യാതോ യത്ര ആഫീദ് ഫൂകരോ ഹരി. ഹേ ഭരതാം, അയം കൽപ്പഃ ദ്വിതീയസ്യ ആദൗ കഥിതഃ വരാഹ ഇതി വിഖ്യാതഃ യത്ര ഹരിഃ ഫൂകരഃ ആഫിത്. അയം തു കഥിതകൽപ്പോ ദ്വിതീയസ്യാപി ഭാരതാം വാരാഹ ഇതി വിഖ്യാതോ യത്ര ആഫിത് ഫൂകരോ ഹരി. കാലോയം ദ്വിപരാർത്ഥാഖ്യോ നിമേഷ ഉപജിജ്യതേ അവ്യാകതസ്യാനന്ദസ്യ അനാദിർജഗദാത്മനാം. കാലോയം ദ്വിപരാർത്ഥാഖ്യോ, ഈ കാലം രണ്ട് പരാർത്ഥമെന്ന പേരോടുകൂടിയതാണ് ഈ കാലം. കാലോയം ദ്വിപരാർത്ഥാഖ്യ നിമേഷ ഉപചര്യതേ, കാലം ഇതിനെ ഉപചരിക്കുന്നു, പിന്തുടരുന്നു. അവ്യാകതസ്യ അനന്തസ്യ, മാറ്റമുണ്ടാവാതിരിക്കുന്ന അനന്തമായ ആ ബ്രഹ്മചൈതന്യത്തിന് അനാദേഹി ജഗദത്മന, അത് ആദിയോടു കൂടാതെയും അന്തത്തോടു കൂടാതെയും കാലോയം ദ്വിപരാർത്ഥാഖ്യോ നിമേഷ ഉപജിദ്യതി അവ്യാകതസ്യ അനന്തസ്യ അനാദേഹി ജഗദാത്മന. ജഗത് സ്വരൂപനായിരിക്കുന്ന അക്ഷരബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ ഒരു നിമേഷമായിട്ട് മാത്രമാണ് ഈ കാലത്തെ കാണപ്പെടുന്നത്. ജഗദാത്മാവായ അക്ഷരപരബ്രഹ്മം അന്തരഹിതമായതുകൊണ്ട് അതിൻ്റെ ആയുസ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ആദ്യമോ അന്തമോ കണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കാലത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് കാലം. കാലോയം ദ്വിപരാർത്ഥാഖ്യോ നിമേഷ ഉപചര്യതേ അവ്യാകതസ്യാനന്ദസ്യ അനാദിർജഗദാത്മനാം. ദ്വിപരാർത്ഥാഖ്യഃ അയം കാലഃ അനാദേഹ അനന്തസ്യ ജഗദാത്മനഃ അവ്യാകതസ്യ നിമേഷഃ ഉപജിജ്യതേ. കാലോയം ദ്വിപരാർത്ഥാഖ്യോ നിമേഷ ഉപജിജ്യതേ അവ്യാകതസ്യാനന്ദസ്യ അനാദിർജഗദാത്മനാം. കാലോയം പരമാന്മാത് ദ്വിപരാർത്ഥാന്ത ഈശ്വര നൈവേശിതും പ്രഭുംന ഈശ്വരോ ധാമമാനിനാം. കാലോയം പരമാണ്വാദിഹി ദ്വിപരാർത്ഥാന്ത ഈശ്വര, പരമാണു മുതൽ
ദ്വിപരാർത്ഥം അവസാനിക്കുന്നത് വരെയുള്ള ദ്വിപരാർത്ഥ അന്തഃ ധാമമാനിനാം ഈശ്വര. അവരവരുടെ ഗൃഹത്തിൽ അഭിമാനമുള്ളവരുടെ ഈ നിയന്താവായ അയം കാലഹ, ഈ കാലം, പൂർണ്ണ പരിപൂർണ ബ്രഹ്മത്തിൻ്റെ ഈശിതു നിയമനത്തിനായിക്കൊണ്ട് ന പ്രഭു സമർത്ഥനല്ല. അതായത് പരമാണു മുതൽ പരാർത്ഥം വരെയുള്ള കാലസ്വരൂപനായ ഈശ്വരൻ എല്ലാ സ്ഥലത്തും ശരീരത്തിനും നിറഞ്ഞു നിൽക്കുന്നു. അവിടൊക്കെ ഞാനെന്ന് അഭിമാനിക്കുന്ന ബ്രഹ്മവാദികളെ അവസാനത്തെ വരുത്തുന്നതിന് സമർത്ഥനാണെങ്കിലും, ബ്രഹ്മാവിനും കാലത്തിൽ അന്തർഭവിക്കുന്നവനാണെങ്കിലും പരിപൂർണ ബ്രഹ്മത്തെ സാധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പരിപൂർണം കാലശക്തിയെ അതിക്രമിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊള്ളുക. ബ്രഹ്മാവിന് പോലും അതിനെ അതിക്രമിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനെ അതിക്രമിക്കണം എന്ന് നമ്മെ ഉപദേശിക്കുകയാണ്. കാലോയം പരമണ്വാദൻ ദ്വിപരാർത്ഥാന്ത ഈശ്വരാം നൈവേശിതും പ്രഭൂന്ന ഈശ്വരോ ധാമമാനിനാം വികാരേ ഫഹിതോ യുക്തേർ വിശേഷാദിഭിരാവൃതാം ആണ്ഡകോശോ ബഹിരയം പഞ്ചാശൽ കോടി വിസ്തൃതാം ദശോത്തരാധികേര്യത്ര പ്രവിഷ്ട പരമാണുവത് ലക്ഷ്യത്തെ അന്തർഗതാശ്ചാന്യേ കോടി കോടിശോ ഹ്യന്തരാശയാ തദാഹുരക്ഷരം ബ്രഹ്മ സർവകാരണകാരണം വിഷ്ണോർധാമവരം സാക്ഷാത് പുരുഷസ്യ മഹാത്മനാം. വികാരൈ ഫഹിതോ യുക്തൈ, വികാരങ്ങൾ പ്രകൃതിയുടെ മാറ്റങ്ങൾ തോടുകൂടി, യുക്തൈ വിശേഷാദിഭിരാവൃത, യുക്തങ്ങളായ വിശേഷാദികളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നവനും, ആണ്ഡകോശോട് ഹൃദയം, അണ്ഡകോശത്തെ സംബന്ധിച്ച് പുറത്തു നിൽക്കുന്നവയും, പഞ്ചാശൽ കോടി വിസ്തൃത, 50 കോടി യോജന വിസ്താരമുള്ളതാണ് ഈ അണ്ഡകോശം. ഈ അണ്ഡകോശത്തിൻ്റെ വിസ്താരം 50 കോടിയാണ്. ആണ്ഡകോശോ ബഹിരയം പഞ്ചാശൽ കോടി വിസ്തൃതാം വികാരൈ ഫഹിതോ യുക്തേ വിശേഷാദിഭിരാവൃതാം ആണ്ഡകോശോ ബഹിരയം പഞ്ചാശൽ കോടി വിസ്തൃതാം ദശോത്തരാധികൈര്യത്ര പ്രവിഷ്ട പരമാണുവത്. ദശോത്തര അധികൈഹി യത്ര പ്രവിഷ്ട, ദശോത്തര അധികങ്ങളായ ദശത്തിന് ശേഷം പിന്നെയും വരുന്ന 10 ശേഷം വരുന്ന എത്ര പ്രവിഷ്ട പരമാണുവത് ലക്ഷ്യത്തെ അന്തർഗതശ്ച അന്യേ കോടിശോഹി അണ്ഡരാശയ, കോടിക്കണക്കിന് അണ്ഡസമൂഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. മഹാത്മന പുരുഷസ്യ വിഷ്ണോഹു, മഹാത്മാവായ പുരുഷനായ വിഷ്ണുവിൻ്റെ മാഹാത്മ്യത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യണം. ദശോത്തര അധികേര്യത്ര പ്രവിഷ്ട പരമാണുവത്, ദശോത്തരാധികങ്ങളായ പരമാണുവിനെ പോലെ, പരമാണു എന്ന പോലെ പ്രവേശിക്കപ്പെട്ട്, കാരണം പരമാണുവിന് നിയതമായ ഒരു കാലമോ നിയതമായ ഒരു ദേശമോ അതിനുണ്ടാവില്ല. അക്ഷരപരബ്രഹ്മം എന്ന് പറയുന്നത് സർവപരിപൂർണമാണ്. അതുകൊണ്ട് കാല ദേശ ദേശാദികളായ വികാരങ്ങൾക്ക് അടിമ അല്ല, അതില്ലാത്തതാണ് എന്ന് ഉപദേശിച്ചുകൊണ്ട് പ്രകൃതം ഉപസംഹരിക്കാം. ഭൂമിയാദികളായ പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, അതുപോലെ പ്രകൃതിയാകുന്ന മഹത്തത്വം, അഹങ്കാരതത്വം, ശബ്ദാദികളായ തന്മാത്രകൾ ഇതിൻ്റെ കൂടെയൊക്കെ ആകെ 24 തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവയിൽ നിർമ്മിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും ഉണ്ടാക്കണം. 50 കോടി യോജന വിസ്തൃതമായ അണ്ഡകോശവും അതിനെ നിൽക്കുന്ന
10 ഇരട്ടി അധികരിച്ചുള്ള ഭൂമ്യാദികളായ 7 ആവരണങ്ങളോട് കൂടിയിരിക്കുന്ന ഈ അണ്ഡസമൂഹങ്ങൾ യാതൊന്നിൽ പരമാണുപ്രായമായി ലയിക്കുന്നുവോ സർവകാരണങ്ങൾക്കും പരമകാരണകനായിരിക്കുന്ന ആ സാക്ഷാൽ പുരുഷോത്തമന്റെ പ്രകാശസ്ഥാനമായിരിക്കുന്ന അക്ഷരബ്രഹ്മത്തെ അറിയണം. ഇതാണ് അറിയേണ്ടത്. കാലവർണ്ണന ഇവിടെ പൂർത്തീകരിക്കുകയാണ്. തദാഹുരക്ഷരം ബ്രഹ്മ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണമായ അക്ഷരം ബ്രഹ്മം തന്നെ അറിയപ്പെടുന്നു. വിഷ്ണു ധാമപരം സാക്ഷാത് പുരുഷസ്യ മഹാത്മന. വിഷ്ണുവിൻ്റെ പരമമായ ധാമമാണിത്. സാക്ഷാത്തായ മഹാത്മാവായ ആ പുരുഷനായ വിഷ്ണുവിൻ്റെ ഇരിപ്പിടമാണ് അവിടം എന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യണം എന്ന് അക്ഷരബ്രഹ്മത്തെ പരിപൂർണമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൃഷ്ടിക്രമം ഇവിടെ ഉപസംഹരിക്കുക. വികാരേ ഫഹിതോ യുക്തേ വിശേഷാദിഭിരാവൃതാം അണ്ഡകോശോ ബഹിരയം 50 കോടി വിസ്തൃതാം ദശോത്തരാധികൈര്യത്ര പ്രവിഷ്ടപരമാണുവത് ലക്ഷ്യത്തെ അന്തർഗതാശ്ച അന്യേ കോടിശോഹ്യന്തരാശയാം തദാഹുരക്ഷരം ബ്രഹ്മ സർവകാരണകാരണം വിഷ്ണോർധാമപരം സാക്ഷാൽ പുരുഷസ്യ മഹാത്മനാം. വികാരൈ സഹിതഃ യുക്തൈഃ ദശോത്തരാധികൈഃ വിശേഷാദിഭിः ആവൃതഃ ബഹിഃ 50 കോടി വിസ്തൃതഃ അയം ആണ്ഡകോശഃ യത്ര പരമാണുവത് പ്രവിഷ്ടഃ ലക്ഷ്യത്തെ അന്തർഗതാഃ ലക്ഷ്യന്തെ മഹാത്മനഃ പുരുഷസ്യ വിഷ്ണോഃ സാക്ഷാത് പരം ധാമ സർവകാരണകാരണം അക്ഷരം ബ്രഹ്മ തത് അഹോ. വികാരൈ സഹിതോ യുക്തേ വിശേഷാദിഭിരാവൃതാം ആണ്ഡകോശോ ബഹിരയം 50 കോടി വിസ്തൃതാം ദശോത്തരാധികൈര്യത്ര പ്രവിഷ്ടപരമാണുവത് ലക്ഷ്യത്തെ അന്തർഗതാശ്ച അന്യേ കോടിശോ ഹ്യണ്ടരാശയാം തദാഹുരക്ഷരം ബ്രഹ്മ സർവകാരണകാരണം വിഷ്ണോർധാമപരം സാക്ഷാൽ പുരുഷസ്യ മഹാത്മനാം എന്നിങ്ങനെ പരമാണു മുതൽ തുടങ്ങിയ കാല നിരൂപണം ഇതാ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കാലസ്വരൂപനാണ് ഈശ്വരൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാലത്തെക്കുറിച്ച് ഇത്രയും ബന്ധിപ്പിച്ചത്. ബ്രഹ്മാണ്ടത്തിൻ്റെ സമ്പൂർണമായ വിവരണവും കാലഗതിയും ഒക്കെ ഈ പരശ്രവങ്ങളിൽ കൂടി നമുക്ക് തരുമ്പോൾ ഭാരതീയരായി നമ്മളുടെ കണ്ടുപിടുത്തത്തിൻ്റെ തപസ്സിലൂടെ സാക്ഷാത്കരിച്ച സത്യജ്ഞാനത്തിൻ്റെ അറിവ് എത്ര ഗഹനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഈ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നമ്മളെ സമയം കഴിഞ്ഞ് നമുക്ക് ഉപസംഹരിക്കാം. അടുത്ത 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം പ്രവേശിക്കാം. സംശയം ഉപസംഹരിച്ചതിന് ശേഷം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.